ഇന്ന് പെസഹ വ്യാഴമാണ്. യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ തിരുവത്താഴ, ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങുകളും നടക്കും. നാളെ ദുഃഖവെള്ളി. രാവിലെ വിവിധ കത്തോലിക്ക സഭകൾ കുരിശും പേറി സംയുക്തമായി കുരിശിന്റെ വഴി നടത്തും. സാരംഗ് സുധാകരനും ഡാനി പോളുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുക. അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പെസഹ ദിനം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള ദിനങ്ങളാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. 2026 പെസഹ വ്യാഴാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ്റ് തോമസിലെ നമ്മുടെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ഞാൻ ഈ തിരുക്കർമ്മത്തിൽ ലോകത്തെ മുഴുവനും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ രൂപതകളെയും, വൈദികരെയും, സന്യസ്തരെയും, സഭയുടെ എല്ലാ മക്കളെയും, സഭ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും സ്ഥാപനങ്ങളും എല്ലാം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് ഇപ്പോൾ അവിടെ പെസഹ ശുശ്രൂഷയുടെ ഭാഗമായി ഇപ്പോൾ വിശ്വാസികളോട് സംസാരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏത് പള്ളിയിലാണ് ഉള്ളത്? എന്തായി പെസഹ ദിന ചടങ്ങുകൾ, ശുശ്രൂഷകൾ? ഇനി എന്തൊക്കെയാണ് ഇന്ന് അവശേഷിക്കുന്നത്? എൽദോ, നമ്മളിപ്പോൾ കാണുന്ന മാർ റാഫേൽ തട്ടിൽ, മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നൽകുന്ന ഈ പെസഹ ദിന സന്ദേശമാണ് കാണുന്നത്. മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. ഇതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ, ഏറ്റവും പവിത്രമായി കാണുന്ന കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങുകളിലേക്ക് കടക്കും. പെസഹ ദിനം എന്ന് പറയുന്നത് ഈ തിരുവത്താഴത്തിന്റെ സ്മരണ പുതുക്കുക എന്നതിനൊപ്പം തന്നെ ക്രിസ്തുവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ കൂടിയെല്ലാം തന്നെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. വിവിധ ദേവാലയങ്ങൾ ഇതോടനുബന്ധിച്ച് കാൽകഴുകൽ ശുശ്രൂഷകളടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇപ്പോൾ മലബാർ സഭ കേന്ദ്രങ്ങളിലെല്ലാം, ദേവാലയങ്ങളിലെല്ലാം തന്നെ രാവിലെയാണ് നടക്കുന്നത്. ലത്തീൻ സഭയിലുള്ള ദേവാലയങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുദേവൻ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നതിന്റെ ആ ഒരു സ്മരണ പുതുക്കിക്കൊണ്ട്, അത് എളിമയുടെയും സ്നേഹത്തിന്റെയും എല്ലാം തന്നെ ആ ഒരു പ്രതീകമായിട്ട് 12 പേരുടെ കാലുകൾ കഴുകുന്ന ആ ഒരു ചടങ്ങുകൾ നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കാലുകൾ